ഇന്ന് ഉച്ചയൂണിനുള്ള കറികളാണിത്. ഒന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയത്, പിന്നെ കണവ റോസ്റ്റ് ചെയ്താണ് ഒന്ന്, പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കി, പിന്നെ അച്ചാറും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നും എത്ര എളുപ്പമാണെന്നറിയാവോ? ഒന്ന് കണ്ടു നോക്ക്, എളുപ്പമാണിത്. വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് അതിനകത്ത് പച്ചമുളക്, കറിവേപ്പില, അതുപോലെ കടുക് താളിച്ച് അതൊന്ന് തട്ടിയിട്ടൊന്ന് ചിക്കി അതൊരു നന്നായിട്ട് മൂത്ത് വന്നപ്പം അതിൻ്റെ പാചകം ഏകദേശം പൂർണ്ണമായി. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് ആ ചട്ടയിൽ തന്നെ നമുക്ക് കണവ റോസ്റ്റ് ഉണ്ടാക്കാം. ഉണ്ടോ? അത്രയൊക്കെ മൊരിഞ്ഞാൽ മതി. പിന്നെ മൊരിക്കണമെങ്കിൽ കൂടുതലിട്ട് ചിക്കാം. അതങ്ങോട്ടേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ഒരു അര സ്പൂൺ കടുക് ഇട്ടു. അതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ വരുന്ന മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ വരുന്ന മുളക് പൊടി. ഇത്രയാണ് പൊടികളായിട്ട് ചേർത്തത്. എന്നിട്ടതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അല്ലെ കണവ, എന്താണോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ കൂന്തലെന്ന് പറയും, കണവ എന്നും പറയും. ഏതാണോ ശരി അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് ആ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു 500 ഗ്രാമോളം കാണും കൂന്തൽ. അരപ്പിനകത്തെല്ലാം കൂടെ ഒന്ന് ചിക്കി റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇനി അതിനകത്തേക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടുന്നത്. വെളുത്തുള്ളിയാണ്, ഒരു 6-7 വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ മല്ലിയിലയാണ്, അരിഞ്ഞ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തക്കാളി, ഒരു വലിയ തക്കാളി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക. ഫിഷ് മസാലയാണ്, ഒരു സ്പൂൺ ഫിഷ് മസാല കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ല മണവും എല്ലാം ഉണ്ടാവും. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ പൊടിക്ക് ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്നതിൽ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. കൂടിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതൊന്ന് മൂടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇനി പിന്നെ അതിനകത്തേക്ക് സവാള അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. അത് നന്നായി ചിക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെയൊക്കെ, അപ്പോൾ അതിനോടകം ആ കൂന്തൽ നല്ലപോലെ വെന്തിരിക്കും. എല്ലാം കൂടെ ഒന്നിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ തേങ്ങ അരച്ചങ്ങ് ചേർത്തതാണ്, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നിച്ച് യോജിപ്പിച്ച് ഉപ്പ് നോക്കി, അപ്പോൾ ഇപ്പോഴാകുമ്പോൾ നമുക്ക് നക്കി നോക്കാമല്ലോ, വെന്തല്ലോ സാധനം. അപ്പം വേണ്ടുന്ന സാധനം ഇട്ട് കൊടുക്കുക. ഇനിയൊരു സലാഡാണ് നമ്മളുണ്ടാക്കിയത്. പച്ചമുളക്, തക്കാളി, വെള്ളരി, അതുപോലെ മത്തൻ, പിന്നെ സവാള അരിഞ്ഞത്, ഇങ്ങനെ ഓരോ ഐറ്റവും നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം കൂടെ അരിഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് ചോറ് കുറച്ച് കഴിച്ചാൽ മതി. തടി വയ്ക്കുന്നവർക്കൊക്കെ തടി കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 സ്പൂൺ, 1.5 തവിയോളമാണ് ഞാൻ എടുത്തത്. നല്ല കട്ട തൈര്, പ്രോബയോട്ടിക്കാണ്, ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് വയറ്റിനൊക്കെ. അതിനകത്തേക്കാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന
കറികളെല്ലാം, അതായത് തക്കാളി, മത്തങ്ങ, വെള്ളരി, പച്ചമുളക്, സവാള അരിഞ്ഞത് ഇതെല്ലാം കൊണ്ടിട്ട് ഒന്നിച്ച് ചിക്കി അതിനാവശ്യമായ ഉപ്പും ചേർത്ത് അത് വയ്ക്കുക. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയതായി. അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റ് ചെയ്തു. അതുപോലെ ഈ സലാഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഷെയർ ചെയ്യണേ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കേറെ ആവശ്യം. എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. തൈര് അതുപോലെ നമ്മൾ ചേർക്കുന്ന ഉപ്പുമൊക്കെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടാതെ നോക്കുക. വേണമെങ്കിൽ പിന്നെയും ഇടാം. കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് നോക്കുക. ഇതാണ് ഇന്നത്തെ ആഹാരം. പ്രേക്ഷകരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എളുപ്പമാണ്. പിന്നെ ഉച്ചക്കലത്തേക്ക് വേണ്ടി വൈകിട്ടത്തെ ചായക്ക് വേണ്ടിയിട്ട് നമ്മളിച്ചിരി ഏത്തപ്പഴം നുറുക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കി. വളരെ കുറഞ്ഞെണ്ണ ഒഴിച്ചിട്ട് മുറിച്ച് കണ്ടാവും. മുങ്ങിക്കിടക്കാനൊന്നും എണ്ണ ഒഴിച്ചില്ല. എന്തിനാ വെറുതെ ഉള്ള എണ്ണയെല്ലാം കൂടെ കഴിക്കുന്നതെന്ന് കരുതിയിട്ട് കുറഞ്ഞ എണ്ണയിലാണ് പൊരിച്ചെടുത്തിരിക്കുന്നത്. ഇത് ചായക്ക് കൂട്ടാൻ എണ്ണ ഒന്നിച്ചാകുമ്പം ജോലി തീരുമല്ലോ. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.